ഹായ് ഹലോ നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ ഏറ്റവും പ്രധാനമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആര് CM എന്നുള്ളതാണ്. ഇത്ര നേരം കൺഫേം ആയിട്ടില്ല. ഇന്നലെ മറുനാടൻ TV-യുടെയോ ചാനലിൻ്റെയോ ലൂസ് ടോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അവരൊരു വിശകലനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 90% KCക്ക് ചാൻസ് എന്നാണ് പറഞ്ഞ്, ഒരു 9% നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ചാൻസ് പറയുന്നുണ്ട്, 1% VD സതീഷിന് ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്, മകളെ കാണിച്ചിട്ട് അമ്മയെ കെട്ടിക്കുന്ന പരിപാടിന്ന്. അമ്മയല്ല അമ്മൂമ്മയാണെന്ന് കൂടി പറയുന്നതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം നമുക്കറിയാം, ഇത് വോട്ട് ചെയ്തത് ഇവർ പറയുന്ന ലൂസ് ടോക്കിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഒരിടത്തും VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടല്ല വോട്ട് ചോദിച്ചത്. അത് സത്യം തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരിടത്തും KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടും അല്ല വോട്ട് ചോദിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ മുന്നിൽ നിന്നും ഈ 5 വർഷക്കാലം ഈ പറയുന്ന പോലെ പലരും അനാലിസ് ചെയ്യുന്നത് കണ്ടു. VD സതീശൻ വന്നിട്ട് ഒരു ഹർത്താൽ നടത്തിയിട്ടില്ല, ഒരു പ്രതിഷേധം നടത്തിയിട്ടില്ല. VD സതീശൻ ഈ 5 വർഷക്കാലവും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ വൃത്തിക്ക് പറയുകയും എതിർക്കേണ്ട സ്ഥലത്ത് എതിർക്കേണ്ട കാര്യങ്ങൾ വൃത്തിക്ക് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം മുൻപോട്ട് വെച്ച ദീർഘവീക്ഷണമായിട്ടുള്ള പല കാര്യങ്ങളും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയൊക്കെ കേട്ടിട്ട് നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മളെല്ലാം വോട്ട് ചെയ്യും, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. സാധാരണ പൊതുജനങ്ങൾ വിചാരിച്ചു പോയത് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം തന്നെയായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു ഇതുവരെയുള്ള ഒന്നുമില്ല, വെറും സ്ക്രാപ്പ് എന്നാണ് കേരളത്തിലെ കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത്. ഈ സ്ക്രാപ്പ് നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ 102 സീറ്റ് എന്ന് പറയുന്നത്. 40-30 സീറ്റ് മൊത്തമായിട്ട് കക്ഷിക്കുള്ള ടൈമിൽ അതിൽ നിന്ന് 102 സീറ്റ് എത്തിക്കുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള പരിപാടിയാണ്. അദ്ദേഹം വെറും 5 വർഷം കൊണ്ട് വളരെ വൃത്തിക്ക് ഒരു പൊതുജനത്തെയും ബുദ്ധിമുട്ടിക്കാതെ, എന്നാൽ എല്ലാത്തിനെയും വൃത്തിക്ക് എതിർത്തിട്ടാണ് അദ്ദേഹം ഈ സംരംഭത്തിന് ഇത്രയും വലുതാക്കുകയും ഇത്രയും സീറ്റിലേക്ക് എത്തിക്കുകയും ചെയ്ത്. എന്നിട്ട് ഇപ്പൊ കാണിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞ തെണ്ടിത്തരമാണ്. ആദ്യം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് KC വേണുഗോപാലിനെ അല്ല, രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു എക്സാമ്പിളാണ്, ആരും ദേഷ്യപ്പെട്ട് കാര്യമില്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവില്ലേ, പൂർവികന്മാരായിട്ട് അച്ഛന്മാരോ മുത്തശ്ശന്മാരോ ഒക്കെ ആയിട്ട് നല്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നാട് മുഴുവൻ വെട്ടിപ്പിടിച്ച് ഒരുപാട് സ്വത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ അതിന്റെ പേരിൽ, വെറും പൈതൃകത്തിന്റെ പേരിൽ കിട്ടുന്ന ഈ ആസ്തി മുഴുവൻ വെറും വളരെ കുറച്ച് വർഷം കൊണ്ട് എല്ലാം കാലിയടിച്ചിട്ട് ഒന്നുമില്ലാതെ തേരാപ്പാര നടക്കും. ഇപ്പൊ സത്യമാണ്, രാഹുൽ ഗാന്ധി ചെയ്തതും അത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുറച്ച് പേര് പറയുന്നത്, ഈ മീഡിയ ചാനൽസിനൊക്കെ കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയോടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിലൊരു അനാലിസിസ് വരുന്നത് വെച്ചാൽ, രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, ആഭ്യന്തരം ഭരിച്ചിട്ടുണ്ട്, അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് VD സതീശ് ഇതിലൊന്നുമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോഴും ചെറുപ്പമാണ്, ഇനിയും ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്കിതിൽ ചോദിക്കാനുള്ള ഒരു കാര്യമുള്ളൂ. കാരണം 2014 മോദിയെ കണ്ടിട്ടാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദിജിയെ കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും BJPക്ക് ഇന്ത്യ മുഴുവൻ ഒരു വലിയ മാസ് ചേഞ്ച് ഉണ്ടായതും ഇത്രയും സീറ്റ് ആദ്യം തന്നെ കിട്ടുകയും ചെയ്ത്. പക്ഷെ ആ സമയത്ത് പോലും മോദിയേക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് പ്രധാനമന്ത്രിയാവാൻ വളരെയധികം ചാൻസും ഉണ്ടായിരുന്നു, ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാം വെട്ടിക്കൊണ്ടാണ് മോദിജി വന്നത്. അതിന്റെ മാറ്റം ഈ 10 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിയുന്നുണ്ട്. കാരണം ഇന്ന് ഇന്ത്യ മുഴുവൻ എത്രയോ സംസ്ഥാനങ്ങൾ BJP പിടിക്കുകയും BJP ഇത്രയും വളരുകയും ചെയ്തതിന്റെ പ്രധാന കാരണം അന്നെടുത്ത ആ ഒരു ഡിസിഷനാണ്. അല്ലാതെ ആ സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ, BJP ആദ്യമായിട്ട് കൊണ്ടുവന്നത് LK അദ്വാനിയാണെന്നൊന്നും അല്ല നോക്കിയത്. അന്ന് ജനങ്ങളുടെ പൾസ് മോദിജിയാണ്, മോദിയെ കണ്ടിട്ടാണ് വോട്ട് ചെയ്ത്. അതുകൊണ്ട് മോദിജി തന്നെയാവണം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സീറ്റ് കൊടുത്തത്, പ്രധാനമന്ത്രിയാക്കിയത്. എല്ലാ MLA-മാരും KCക്ക് പിന്തുണ ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ KC ചെയ്തത് അദ്ദേഹത്തിന്റെ ജോലി മാത്രമാണ്. KCക്ക് ഉത്തരവാദിത്തപ്പെട്ട എന്ത് ജോലിയാണോ അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. MLA-മാരുടെ വിചാരം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ കൊടുത്ത് തന്നു എന്നുള്ളതാണ്. ഒക്കെ വെറുതെ ഒന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് ഒന്നും മാറ്റം വരാനും പോകുന്നില്ല. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി വന്നിട്ട് ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഗോൾഡ് വാങ്ങുന്നതിനെ കുറിച്ചിട്ട്
പിന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഒരു മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ആംബിയൻസ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഗോൾഡ് റേറ്റ് ഇന്ന് അന്തവും ഒന്നുമില്ലാതെ താഴെ പോവും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല. ഗോൾഡ് റേറ്റ് കയറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നോക്കാം എന്താവുമെന്ന് അറിയില്ല. അടുത്തത് പെട്രോൾ വിലയും ഇപ്പോൾ വൈകാതെ ഇതുകൊണ്ട് തന്നെ കൂടാനുള്ള സാധ്യത. ക്രൂഡ് ഓയിൽ വില ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും ഈ യുദ്ധം ഇങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് മിക്കവാറും ഇത് കൂടാനാണ് സാധ്യത. അത് നോക്കാം, എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു കാര്യമുള്ളത് രൂപയുടെ മൂല്യം അതിഭയങ്കരമായിട്ട് കുറയുന്നു, ഇടിഞ്ഞു പോകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തന്നെ ഭാഗങ്ങളായിട്ടായിരിക്കാം. ഇങ്ങനെ പോയാൽ നമ്മുടെ പണപ്പെരുപ്പം കൂടുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന് അറിയില്ല. പക്ഷേ നമുക്കെന്തായാലും ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ട്. അവരങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ കറക്റ്റായി നോക്കുകയും ഇതെല്ലാം ഓവർകം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അടുത്ത ഒരു അപ്ഡേറ്റ് വരുന്നത് നീറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ കുറച്ചു പേരുടെ പിടിപ്പുകേടുമുണ്ട്. ഇത് ഉത്തരവാദിത്തമുള്ളവരുടെ പിടിപ്പുകേടിന്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ആണ്. ഒക്കെ വളരെ മോശമാണ്. കാരണം ഇങ്ങനൊരു ഇതിന് പറ്റുന്നില്ലെങ്കിൽ അവർ ചെയ്യണ്ടെന്ന്. ഇതിനെതിരെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എത്ര കണ്ട് ഫലവത്താണെന്ന് അറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ പുതുക്കിയ ഡേറ്റ് വരും. പ്രിപ്പയർ എല്ലാവർക്കും വീണ്ടും പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ഇനി ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം കാണാം. താങ്ക് യു. ബൈ ബൈ.